നീ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. നീ നാണം ഇല്ലാത്തവളാണ് എനിക്ക് പണ്ടേ അറിയടി ചറ്റിച്ച്. നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ നല്ലടി. നിന്നെയൊക്കെ എത്ര ആൾക്കാരെയോ എന്താ പറയാ വലിച്ചു വാരി ഒട്ടിക്കുന്നുണ്ട്. എന്നാലും നീ പഠിക്കില്ല. എടി അങ്ങനത്തെ പുല്യത്തി നീ പറയണ്ടല്ലോ എന്റെ അക്കൗണ്ടിൽ കണ്ടവന്മാരുടെ പൈസ. എടി അത് എന്റെ കഴിവാടി. കണ്ടവന്മാര് എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടേര് അത് എന്റെ കഴിവാടി. അത് നീ സമ്മതിച്ചല്ലടി സഫീന. നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ സഫീന? അതൊക്കെ ഒരു രോഗം ഒരപ്പം എനിക്ക് വേണ്ടടി. നിന്റെ അപ്പം കുറച്ച് പഴയതായതുകൊണ്ട് ആൾക്കാർ ചിലപ്പോ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലാന്നൊന്നും പറയരുത്. ഏതായാലും നിങ്ങളെല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ വന്ന് അത് കൊടുക്കേണ്ട സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. പരാതി കൊടുത്ത ശേഷം വന്ന് നിൽക്കുകയാണ്. അപ്പം ചുമ്മാ പറച്ചിൽ എന്നുള്ളത് എൻ്റെ പരിപാടിയല്ല. ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ വയ്യായ്മയും നമ്മൾ കണക്കാക്കില്ല. എന്നാലും എൻ്റെ ശാരിക്ക് മോനെ നീ എന്നെ എന്നാലും വായിക്കൊള്ളാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലടാ പൊന്നു മോനെ. അതുകൊണ്ടല്ലേ എന്നാലും ഉമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്ക്. മക്കളെ ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പിരിക്കാനൊന്നുമല്ല ആൻറ്റി ചെയ്തത്. അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയുടെ മകൻ ഷെഫീന ബീബിയെ വിളിച്ച് ഫോണിൽ തെറി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഷാജി ഷെഫീന ബീബിയെ വെല്ലുവിളിച്ചിരുന്നു. പോയി കേസ് കൊടുക്കാനും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഹോമിൽ തൻ്റെ കുട്ടികളെ കൊണ്ട് ചാക്കുമെന്ന് പറഞ്ഞ ഷെഫീന ബീബിയെ അതിന് താൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നത് ലൈവിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കളി കാര്യമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം പൂജപ്പുര തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മുടെ ഷെഫീന ബീബി ഇന്ന് ഷാജിദയെയും കുട്ടികൾക്കുമെതിരെയായിട്ടുള്ള പരാതി അവിടെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടികളെ താൻ ഇഷ്ടമുള്ള പോലെ വളർത്തുമെന്നാണ് ഷാജിദ പറഞ്ഞത്. ഷാജിദാനോട് സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത്, അങ്ങനെ വളർത്താനുള്ള ഒരു അധികാരം നമ്മുടെ ആക്ട്, നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തരുന്നില്ല. നമ്മുടെ കുട്ടികളെ നല്ല പോലെ വളർത്തേണ്ടതാണ് എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അത് ഷാജിദക്കും ബാധകമാണ്. തീർച്ചയായിട്ടും പരാതി അവർ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അടുത്ത തിങ്കളാഴ്ച അതിനുള്ള മറുപടി അതുപോലെ തന്നെ ആക്ഷൻ എടുക്കുമെന്ന് കമ്മിറ്റി ഷെഫീന ബീബിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഷെഫീന ബീബിയുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലാന്നൊന്നും പറയരുത്. ഏതായാലും നിങ്ങളെല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ വന്ന് അത് കൊടുക്കേണ്ട സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പം വെള്ളിയാഴ്ച ആയിട്ടതുകൊണ്ട് അവർക്ക് പരാതി സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും പരാതി ഫോർവേഡ് ചെയ്യാമെന്നും പരാതി ശനിയാഴ്ച പരാതി സ്വീകരിച്ചിട്ട് എൻ്റെ ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇനി വരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്വീകരിച്ചിട്ട് മൺഡേ ആക്ഷൻ എടുത്തുകൊള്ളാമെന്ന് ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇന്നലെ ഒരുപാട് പേര് സംസാരിച്ചു. നിങ്ങളൊക്കെ ഞാനൊരു വാട്സപ്പ് നമ്പർ തരാം. നിങ്ങൾ അതിനകത്തേക്ക് ഈ വിഷയം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ കുട്ടികളെ ഉപയോഗിച്ച് അവൾ ചെയ്യുന്ന ആ സംഗതികൾ ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ ഇതിനകത്ത് ഇട്ട് തന്നാൽ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുത്തിയിരുന്നത് കണ്ടുപിടിക്കാത്ത ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കൊണ്ട് തെറി വിളിപ്പിക്കുന്ന, കുട്ടികളെ കൊണ്ട് മോശം പറയിക്കുന്ന കുറച്ച് പേര് അല്ലാതെ കുറേ വീഡിയോ കൊണ്ടുവരുന്നു. തുണി പൊക്കി കളിക്കുന്ന ഒരെണ്ണമുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് തരിക. ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. പരാതി കൊടുത്ത ശേഷം വന്ന് നിൽക്കുകയാണ്. അപ്പം ചുമ്മാ പറച്ചിൽ എന്നുള്ളത് എൻ്റെ പരിപാടിയല്ല. ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ വയ്യായ്മയും നമ്മൾ കണക്കാക്കില്ല. എന്നാലും എൻ്റെ ശാരിക്ക് മോനെ നീ എന്നെ എന്നാലും വായിക്കൊള്ളാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലടാ പൊന്നു മോനെ. അതുകൊണ്ടല്ലേ എന്നാലും ഉമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്ക്. മക്കളെ ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പിരിക്കാനൊന്നുമല്ല ആൻറ്റി ചെയ്തത്. അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ. ഇച്ചിരി പഠിക്കാനുണ്ട്. നിൻ്റെ ഉമ്മച്ചിക്ക് ഇത്തിരി ഒരു ഇളക്കമുണ്ട്. ആ ഇളക്കം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് മെനക്കെട്ട് ഇവിടം വരെ വന്നത്. നടക്കാൻ വയ്യടാ, അത്രയും ബുദ്ധിമുട്ടാടാ. ഈ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ അത് മനസ്സിലാക്കി. ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കൊച്ചിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. ഉമ്മച്ചിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഉമ്മച്ചിക്ക് ഇച്ചിരി ഞട്ട് ലൂസായ ഞട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കളിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം. നിങ്ങളുടെ ഉമ്മയെ പോലെ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആൺകുട്ടികൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം. അല്ലാണ്ട് ഇതുപോലെ ഉമ്മച്ചി പറയണേം കേട്ടിരുന്ന നാട്ടുകാരെ തെറി വിളിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്.
നിർബന്ധിച്ചതാണ്, നിന്റെ ഉമ്മ നിർബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് വന്നൊരു പരാതി കൊടുക്കും, പറയും, ഇൻഫർമേഷൻ കാണിക്കും, പോകുന്നതിനപ്പുറം ഇത്ര സിവിയർ ആക്ഷനിലൊന്നും ഞാൻ ഇറങ്ങാറില്ല. ഇതിവിടെ ഇത്രയും ക്രൗഡായിരുന്ന ഒരിടത്തേക്ക് വന്ന് ഞാനിത് പറഞ്ഞിട്ട് പോകുന്നതിന്റെ റീസൺ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. 5 മക്കള്, അവര് സൊസൈറ്റിയിൽ നല്ല കുട്ടികളായിട്ട് വരണം, അല്ലാതെ ക്രിമിനലുകളായി വളരാൻ പാടില്ല. ആ ഒരു കാര്യം തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിയമമുണ്ട്, അല്ലാതെ എന്റെ മക്കളാണ്, ഞാൻ പ്രസവിച്ചതാണ്, എനിക്ക് എങ്ങനെ വേല വളർത്താം എന്ന ടേമില്ല. അപ്പോൾ ഷെഫീന ബീബി പറഞ്ഞിരിക്കുന്നു കുട്ടികളോട്, നിങ്ങൾ ആർക്കും എന്നോട് യാതൊരു വൈരാഗ്യവും ഉണ്ടാകരുത് എന്നും, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നും, നിങ്ങളുടെ ഉമ്മയായ ഷാജിദയ്ക്ക് ഒരു പിരി അല്ലെങ്കിൽ ഒരു നെറ്റ് ലൂസാണ് എന്നും അതൊന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഷെഫീന ബീബി കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഫീന പറഞ്ഞു വെക്കുന്നുണ്ട്, മക്കൾ നാളത്തെ നല്ല കുട്ടികളായിട്ട് ഉമ്മയെപ്പോലെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഉമ്മമാരെ നോക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി വലുതായിട്ട് കുട്ടികൾ ശ്രമിക്കണമെന്നും, അതിനു വേണ്ടിയാണ് ഈ എത്താത്ത ഇത്രയും കഷ്ടപ്പെട്ട് കാലും കൈയും എല്ലാം വേദനയാണ് എന്നും, എന്നിട്ടും ഈ തിരുവനന്തപുരം വരെ വണ്ടിയും വിളിച്ച് ഇവിടെ വന്ന് പരാതി കൊടുത്തത് തൻ്റെ ഉമ്മ എന്നെക്കൊണ്ട് കൊടുപ്പിച്ചതാണ് എന്ന് ഷെഫീന ബീബി പറയുകയാണ്. ഷാജി വളരെ മോശകരമായ രീതിയിൽ ലൈവിൽ വരികയും അതുപോലെ തന്നെ ഷെഫിയെ തെറി പറയുകയും എല്ലാം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ തിരിച്ച് ഷെഫീനയും അതുപോലെ തന്നെ തിരിച്ചും തെറി പറയുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ എല്ലാം മുന്നിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടികളെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഷാജിദ കളിക്കുന്ന കളി അത്യന്തം അപകടം നിറഞ്ഞതാണ് എന്ന് നമ്മൾ പല വീഡിയോയിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം കുട്ടികൾക്ക് കുട്ടികളുടേതായ ഒരു റൈറ്റും അതുപോലെ തന്നെ ഒരു പരിമിതിയും എല്ലാം നമ്മുടെ നിയമം നമുക്ക് കൽപ്പിച്ചു തരുന്നുണ്ട്. അതിനാണ് നമ്മുടെ ഇവിടുത്തെ ചിൽഡ്രൻസ് വെൽഫെയർ അസോസിയേഷനും എല്ലാം തന്നെ പ്രവർത്തിച്ചു വരുന്നത്. അവർ നമ്മുടെ കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും എല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ചീത്തകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രചരിപ്പിക്കുകയും അത് മറ്റ് കുട്ടികൾ ഏറ്റെടുത്ത് അതുപോലെ തന്നെ ആവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണ് കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരം അസഭ്യ വാക്കുകളും അതുപോലെ തന്നെ ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങളൊന്നും തന്നെ നമ്മൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്തിടെ ഒരു ലൈവിൽ ഷാജിദ ഈ ഷെഫീനക്കെതിരെ കുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് ലൈംഗികപരമായിട്ടുള്ള സംസാരിക്കുന്ന ഒരു വീഡിയോ, നമുക്കതിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്ന് കാണാം, ബാക്കി നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല, അത് കാണാം. ഒരു രോഗം ഒരു അപ്പം എനിക്ക് വേണ്ടടി, നിന്റെ അപ്പം കുറച്ച് പഴയതായതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഷാജിദ എത്ര വൃത്തികെട്ട വർത്തമാനമാണ് പറയുന്നത്. അതും ആ കൊച്ചു മകനെ തൻ്റെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഷാജിദ ഇത് പറയുന്നത്. അതിന് അവസാനമായിട്ട് ഷെഫീന ബീവിക്ക് മറുപടി കൊടുക്കുന്നത് ആ ചെറിയ കൊച്ചു മകനാണ്. അത് നമുക്കിത് കാണിക്കാൻ വേണ്ടി പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. ആ കുഞ്ഞു മോൻ വരെ ഈ ഷെഫീന എന്ന് പറയുന്ന താത്തയെ ചീത്ത വിളിക്കുന്നത് നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷെഫീന ബീവി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ലൈവിൽ ഷാജിദ ഷാജി ഇതിനെ മുന്നേ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നടന്ന പരാതികളുമെല്ലാം. നമുക്ക് ആ ഷാജിദ ഷാജി വെല്ലുവിളിക്കുന്ന ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുവരും. നീ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. നീ നാണം ഇല്ലാത്തവളാണ് എനിക്ക് പണ്ടേ അറിയടി ചറ്റിച്ച്. നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ നല്ലടി. നിന്നെയൊക്കെ എത്ര ആൾക്കാരെയോ എന്താ പറയാ വലിച്ചു വാരി ഒട്ടിക്കുന്നുണ്ട്, എന്നാലും നീ പഠിക്കില്ല. നീ മറ്റുള്ളവരുടെ തിന്നാനും തൂറാനും മറ്റുള്ള എടി അങ്ങനത്തെ പുല്ലത്തി നീ പറയണ്ടല്ലോ എന്റെ അക്കൗണ്ടിൽ കണ്ടവന്മാരുടെ പൈസ. എടി അത് എന്റെ കഴിവാടി. കണ്ടവന്മാര് എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടേന് അത് എന്റെ കഴിവാടി. അത് നീ സമ്മതിച്ചല്ലടി സഫീന. നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ സഫീന? അത് എനിക്കിപ്പോ എന്നും ചെയ്യാൻ പറ്റും. നിന്റെ ചപ്പാത്തി മോറ് നീ കുറച്ചാണ് മാറ്റി വെക്ക്. നല്ല നല്ല ഫേഷ്യലൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് സ്പ്രേ ഈ പേരിയൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്ത് കൺമഷീൻ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് വന്നിരിക്കും. അപ്പൊ ചിലപ്പോ നിന്റെ അക്കൗണ്ടിലേക്കും പൈസ എങ്ങനെ വരുമായിരിക്കും. ഓക്കെ, നീ എന്റെ മക്കളെ എന്നെ ഉണ്ടാക്കണ്ട. നീ യൂട്യൂബിൽ ഉണ്ടാക്ക്. നീ വേറെ ആരെങ്കിലും തിന്ന് വെള്ളം കുടിക്ക്, എന്റെ മക്കളും തിന്ന് വെള്ളം കുടിക്കുക. എന്തേടി നീ നിന്റെ അക്കൗണ്ടിൽ എന്റെ മോൻ പറഞ്ഞ തെറി നീ ഇട്ടില്ല? എന്തേടി സഫീന നീ റെക്കോർഡ് ഇട്ടില്ല? റെക്കോർഡ് നീ ഇടില്ല, കാരണം അതിലും വലിയ തെറികളാണ് നിന്റെ വായിൽ വന്നിരിക്കുന്നത്. നിന്റെ വായിൽ വന്ന തെറികൾക്ക് കണക്കില്ലടി. അത് എന്റെ മോൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടടി പുല്ലത്തി. ഇവിടെ ഉണ്ടടി 3 കോള് വിളിച്ചതിന്റെ റെക്കോർഡ് ഇവിടെ എന്റെ മോൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എടി ആ റെക്കോർഡ് ഇടട്ടെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തേടി നീ ഇടാത്തു? അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഷാജി വളരെ മോശകരമായ രീതിയിൽ അതുപോലെ തന്നെ ഷെഫീന ബീബിയെയും കുടുംബക്കാരെയും എല്ലാം വെല്ലുവിളിക്കുകയാണ്. തനിക്ക് എന്താ ചെയ്യാൻ പറ്റാണ്ട് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു പരിധി വിട്ട് പുറത്തോട്ടാണ് പോകുന്നത്. കാരണം ആ പരിധി വിട്ടുള്ള വാക്കുകളെല്ലാം ആ മക്കൾ ലേഡിയുടെ അടുത്തിരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവസാനം ഈ ഷെഫീന ബീവിയെ തന്നെ വിളിക്കാൻ വേണ്ടി സാജിദ ഷാജി മൂത്ത മകനെ ഏർപ്പാടാക്കുന്നതും മൂത്ത മകൻ അവരെ വിളിക്കുന്നതും ആ മൂത്ത മകൻ ഉറക്കത്ത് വിളിച്ചെണീപ്പിച്ചിട്ടാണ് ചീത്ത പറയുന്നത്. അതാണ് ആ പെണ്ണുങ്ങൾക്ക് കൂടുതൽ തിരിച്ചു പറയാനുള്ള ഒരു പ്രേരകമായത്. പക്ഷേ ആദ്യമായി തെറി പറയുന്നത് ഷെഫീനയല്ല, മോൻ തന്നെയാണ്. മോൻ തിരിച്ചങ്ങോട്ട് ഞെട്ടിക്കുകയാണ്. അപ്പോൾ ഷാജിദ ഷാജി ബേക്കിൽ നിന്ന് പച്ചത്തെറിയാണ് വിളിച്ചു പറയുന്നത്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നത് നമ്മളെ കുട്ടികൾക്ക്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഷാജിദ ഷാജി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 5 മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവരെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് നടത്തുന്നത്, അവരെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എല്ലാം സെയിൽ ചെയ്യുന്നത്, അതിനെ പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ക്രീമുകളെല്ലാം വിൽക്കുന്നത് എന്നെല്ലാം പറയുന്നു. ആ കുട്ടികളുടെ നന്മയാണ് ഷാജിദ നീ ലക്ഷ്യം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം സാഹചര്യത്തിൽ നമ്മൾക്ക് മോശമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ അപ്പുറത്തെ റൂമിലേക്കോ അങ്ങോട്ടോ മാറ്റിയേക്ക് ഷാജിദയ്ക്ക് ലൈവിൽ വന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അത് താങ്കളുടെ അവകാശമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഈ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് എന്തും പറയാമെന്നുള്ള ഒരു ധാരണ ഷാജിദ വെച്ച് പുലർത്തുന്നത് അങ്ങേ അറ്റത്തെ തെറ്റാണ്. കാരണം ആ കുട്ടികൾ നാളെ ഭാവിയിലേക്ക് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് വരുന്ന കുട്ടികൾ നാളെ പുറത്തു പോയി ഇതിലും കൂടുതൽ പറയാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സംഘടനയായ ചൈൽഡ് വെൽഫെയർ അസോസിയേഷനൊക്കെ ഇതിൽ ഇടപെടും. അപ്പോൾ അത് നിയമപരമായിട്ട് അവർ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വെറുതെ വെയിലെടുക്കുന്ന പാമ്പിനെ എടുത്ത് തലയിലിടുക എന്ന് പറഞ്ഞ പോലെ പയ്യെ പോയ ഷെഫീനാനെ വിളിച്ചു വരുത്തി പരാതി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതാണ് ഷാജിദ ഷാജി. ഇപ്പോൾ അതെല്ലാം തിരിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാം ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിരുന്നു. കാരണം ഏകദേശം 8 വയസ്സ് മുതൽ 10-17 വയസ്സ് വരെയുള്ള മക്കളാണ് ഷാജിദാക്കുള്ളത്. ആ കുട്ടികളെ എല്ലാം നിർത്തിക്കൊണ്ട് ലൈംഗിക ചൊവ്വയോടും അതുപോലെ തന്നെ തെറിയാഭിഷേകവും എല്ലാം അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ നടത്തുമ്പോൾ നാളെ അവർക്കും അത് പറയാനുള്ള ഒരു ത്വര തീർച്ചയായിട്ടും അവരെ ഉള്ളിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളെ മറ്റാൾക്കാർ തെറി പറയുന്നത് കണ്ടിട്ട് ആ കുട്ടികളുടെ മനസ്സിൽ ഒരു വൈരാഗ്യം ഉണ്ടാകും. ആ വൈരാഗ്യം പിന്നെ ഒരു തെറിയായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. അത് തന്നെയാണ് താങ്കൾക്കും സംഭവിക്കുന്നത്. താങ്കൾക്ക് ചൂടാവുന്ന സമയത്താണ് കൂടുതലും തെറി പറയുന്നത്. അതുപോലെ തന്നെ മക്കളുമായി കഴിഞ്ഞാൽ നാളെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഘടനകൾ ഇതിനെതിരെ പ്രവർത്തിച്ചു വരുന്നതും അതുപോലെ തന്നെ കേസും കൂട്ടവുമായിട്ടെല്ലാം മുന്നോട്ട് പോകുന്നതും. താങ്കൾക്ക് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം മോശകരമായ സമയങ്ങളിൽ കുട്ടികളെ മാറ്റി നിർത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നന്നാവുക എന്ന് മാത്രം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ പ്രായത്തിൽ കുറഞ്ഞ ഏത് കുട്ടികളായാലും അവരെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.